എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് അതിലും അടിപൊളിയായിട്ടൊരു കിടിലമായിട്ടുള്ളൊരു കോമ്പിനേഷൻ്റെ റെസിപ്പിയാണ്. ഈ തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല കുരുമുളകൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കിയ രസം റൈസും മത്തി വറുത്തതും. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ ഗ്യാരണ്ടി. ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ കണ്ടതാണ്. അപ്പം തന്നെ അരി ഓർഡർ ചെയ്തു, മത്തി ഓർഡർ ചെയ്തു, ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. തണുപ്പ് സമയത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ചോറും കറിയും വെക്കുന്നതിനെക്കാട്ടിലും ഈസിയാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മത്തി നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വരഞ്ഞ് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉപ്പ് വിതറി കൊടുക്കാം. മത്തി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ചധികം 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം, 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മളിത് വെള്ളം ചേർത്തിട്ടല്ല, വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് പിച്ചി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. മീനിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് രസം റൈസ് തയ്യാറാക്കാം. ഇതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് രസം റൈസ് ഉണ്ടാക്കാമെന്ന് തോന്നുന്നില്ല. ഒറ്റ പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് കടുക് പോലും വറുത്ത് താളിക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അളവിന് പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയല്ല, ബോയിൽഡ് പൊന്നിയരി. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും വൈറ്റ് റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ അരികൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം തൂർ ദാൽ ചേർത്ത് കൊടുക്കാം, തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിപ്പോഴേ കഴുകേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വെച്ചാൽ മതി. ആദ്യം തന്നെ നമ്മൾ 1 നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് അലിയാനായിട്ട് ഇട്ട് വെക്കണം. 1 കപ്പ് അളവിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുഴുവനത്തെയുള്ള കുരുമുളക്, 2.5 ടീസ്പൂൺ മുഴുവനത്തെയുള്ള മല്ലി, 1 പച്ചമുളക്, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും മുഴുവനത്തെ ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു ചെറിയ അളവിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയിൽ ഇതുപോലെ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇത് കൂടാതെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്ത് വെക്കാം. അതിനായിട്ട് വലിയൊരു തക്കാളി വേണം, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. 4 തൊലിയോടുകൂടിയുള്ള വെളുത്തുള്ളി വേണം. ഇത് നമുക്കൊന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഒരു നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ചതഞ്ഞ് കിട്ടും. ഇത് കൂടാതെ കുറച്ച് കറിവേപ്പിലയും 1 പിടി മല്ലിയിലയും വേണം. മല്ലിയില നിർബന്ധമാണ്. കുക്കറിലാണ് നമ്മൾ ഈ രസം റൈസും തയ്യാറാക്കുന്നത്, രസം സാദം. അതിനായിട്ട് കുക്കറിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചധികം ഒരു എണ്ണ വേണ്ടി വരും. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം പൊട്ടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അത് ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന രസം പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ രസം പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നേരത്തെ വെളുത്തുള്ളി ചേർക്കാൻ മറന്നുപോയതുകൊണ്ട് ഞാനൊരു സൈഡിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ കൂടുതലായിട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് 10 സെക്കൻഡ് മാത്രം ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം നമ്മൾ തക്കാളി അരിഞ്ഞെടുക്കാനായിട്ട്. തക്കാളി ചേർത്ത് 1 മിനിറ്റ് മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ച പിഴിപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിൽ കൂടി അരിച്ചാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കപ്പ് വെള്ളത്തിൽ മാത്രമാണ് നമ്മളിത് കുതിരാനായിട്ട് ഇട്ട് വെച്ചത്.
പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി മല്ലിയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും തുവരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാടങ്ങ് തുവരപ്പരിപ്പ് ഇടേണ്ട ആവശ്യമില്ല, ടേസ്റ്റേ മാറിപ്പോകും. ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും രസസാദത്തിനായിട്ട്. നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പൊന്ന് കുറച്ച് മുന്നിൽ നിൽക്കണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിനാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 4 വിസിൽ അടിച്ചാൽ മാത്രമേ നമ്മുടെ തുവരപ്പരിപ്പൊക്കെ നല്ല വെന്ത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സാദത്തിനൊക്കെ അരിയൊക്കെ കുറച്ച് വെന്ത് ഒരു ഉടഞ്ഞ പരുവത്തിന് വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയെല്ലാം വറുത്തെടുക്കാവുന്നതാണ്. നിങ്ങൾ കാസ്റ്റേണ്ട പാത്രമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം മത്തി വെച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കാസ്റ്റേഡിൽ കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ മാത്രം വെച്ചാൽ മതിയാകും. ഇനി നോൺ സ്റ്റിക്കിലാണ് വറുത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് വറുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊരിഞ്ഞ പുറത്തോടു കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ രസം സാദം ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. 4 വിസിൽ മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ അരിയൊക്കെ ഇരിക്കുന്നത്. തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുക്കായിട്ടുള്ള റൈസാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഇതിൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാദം എപ്പോഴും കുറച്ചൊരു ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്, അങ്ങ് കട്ടിയായിട്ടിരിക്കില്ല. അതുപോലെ തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് കുറച്ച് കട്ടിയാവും കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മത്തി അതേ ഇഷ്ടമില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് പോലും ഒറ്റ ഇരിപ്പിന് ഇതെല്ലാം കഴിച്ചു തീർത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസും റെസിപ്പീസും ഒക്കെ ഇഷ്ടമാകാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ കാണുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.